എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ പ്രധാനമായി സൂചിപ്പിക്കുന്നത് UK കുടിയേറ്റക്കാരെ കുറിച്ചാണ്. നമുക്ക് അറിയാം, പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു കാണും, അവിടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായി ആ രാജ്യത്തുള്ളവർ വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്, പല ബുദ്ധിമുട്ടുകളുണ്ടാക്കുകയാണ്. ഇതിന് പ്രധാന കാരണക്കാർ ഈ കുടിയേറ്റക്കാർ തന്നെയാണ്. കാരണം അവർ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് എഗൻസ്റ്റായും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരായും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇത്രയും കുഴപ്പങ്ങളുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ കഥകൾ എടുക്കാം. ഇപ്പോൾ കേരളത്തിൽ സാധാരണയായി നടക്കുന്നത്, ഈ ഏജൻറ്റന്മാർ പല പൊള്ളയായ വാഗ്ദാനങ്ങൾ ചെയ്ത് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ടൂറിസ്റ്റ് വിസ എന്ന പേരിൽ ലണ്ടനിലേക്ക് ഇവർ അവിടെ ചെന്ന് ചെയ്യുന്ന കോലാഹലങ്ങൾ പലതുമാണ്. ഇവർക്ക് പരിചയക്കാരാരെങ്കിലും ഒരുപക്ഷെ കണ്ടേക്കാം, നാട്ടുകാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ളവരായിരിക്കാം. ഇവർ ചെന്നെത്തപ്പെടുന്നത് ഒരു മുറിയിൽ കഷ്ടിച്ച് 2 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഡോമിറ്ററി പോലുള്ള കുഞ്ഞു റൂമിൽ ഇവർ കുറഞ്ഞത് 4-5 പേരെ അക്കോമഡേറ്റ് ചെയ്യും. അത് ഗവൺമെൻറ്റിന് ഘടകവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. 2 പേർ താമസിക്കുന്നിടത്ത് 3 പേർ താമസിക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമായ കാരണം അതിന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒരു ഭാഗം. എന്നാൽ ഇത് പലരും കാട്ടിക്കൂട്ടുന്ന ഒരു സംവിധാനമാണ്. ഇനി ഇങ്ങനെ ചെന്നെത്തുന്നവരിൽ സ്ത്രീകളാണെങ്കിൽ അവർ ഇതേപോലെ ഏതെങ്കിലും ഒരു അക്കോമഡേഷനിൽ കഴിഞ്ഞുകൂടും, അവർക്കൊരു പണിയാകും. ഇവർക്ക് പിന്നെ സംഭവിക്കുന്നത്, അടുത്ത വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെയും ഇതേ ഇല്ലീഗലായുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് അവരെ ലണ്ടനിൽ വരുത്തും. അവരും ജീവിക്കും. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ മറ്റൊരു ഡോമിറ്ററി എടുത്ത് വീണ്ടും വരുന്ന ആൾക്കാരെ അവർ അക്കോമഡേറ്റ് ചെയ്ത് ഇവർ സ്വന്തം ലോഡ്ജിങ് പരിപാടിയൊക്കെ തുടങ്ങും. വളരെ സൗകര്യമില്ലാത്ത റൂമിലാണ് അതിൽ 2 പേർ താമസിക്കുന്ന 6 പേരെ വരെ താമസിപ്പിച്ച് അതിന് വരുമാനമുണ്ടാക്കും. ഇപ്പോൾ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഒരു സാറ്റർഡേക്ക് ആകുമ്പോൾ വീക്കെൻഡാകും. അപ്പോൾ മദ്യത്തിന് വലിയ വിലക്കുറവാണ്. കുറച്ച് മദ്യമൊക്കെ വാങ്ങും, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും, തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. അതായത് സെയിം ഇവിടുത്തെ ഒരു ലോക്കൽ രീതി അനുസരിച്ച് കള്ളടിച്ച് ബഹളമുണ്ടാക്കുക, ചീത്തവിളി, ഇതൊക്കെ അവിടെ അങ്ങോട്ട് തുടങ്ങും. ഇതവിടെ നെയ്ബേഴ്സിന് ന്യൂസൻസ് ആകും. ഇത് കാലാകാലങ്ങളിൽ നടന്നു വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നാട്ടിലുള്ളവർ മാതാപിതാക്കൾ പറയും, മോനും മോളും ലണ്ടനിലാണ്, അവർ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്ന കാശായിരിക്കും, അതിവിടെ അയച്ചു കഴിഞ്ഞ് ഇവരും ആ ഒരു ആർഭാട ജീവിതം തന്നെയായിരിക്കും ഈ നാട്ടിൽ നടത്തുക. ഇത് ഒരു കൂട്ടർ. ഇനി മറ്റൊരു കൂട്ടർ എടുക്കാം. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ വിവാഹിതരായിരിക്കും. ഇവർ ലണ്ടനിൽ പോകും, അവിടെ ജോലിയാക്കി തെറ്റില്ലാത്ത ഒരു ഇതാകുമ്പോൾ അവർക്ക് ഈ ഫാമിലി സ്റ്റാറ്റസ്, അവർക്ക് ഹസ്ബൻഡിനെ കൊണ്ടുവരാം. അവർ ഹസ്ബൻഡേയും 1-2 കുട്ടികളുണ്ട്, അവരുമായിട്ട് അവരെ അങ്ങോട്ടേക്ക് എടുക്കും. അവിടെ ചെന്നാൽ ഇവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആരും അറിയിക്കില്ല. ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികളായിട്ട് അവിടെ പോകും, അവിടെ ജോലി ചെയ്ത് ജീവിക്കാം, ഹസ്ബൻഡ് വൈഫ് പണി ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലാണ് പോകുക. ഇതിന് ഏജൻറ്റന്മാരുടെ സപ്പോർട്ടും കാണും. ഏജൻറ്റന്മാർ ഇതിനു വേണ്ടി ഉള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും. ഇവരൊക്കെ പോണത് പറമ്പ് പണയം വെച്ചോ കിടപ്പാടം പണയം വെച്ചോ അല്ലെ ബാങ്ക് ലോൺ എടുത്തൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് പോവുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇവർ സംഭവിക്കുന്നത്, അവിടുത്തെ നിയമം വേറെയാണ്. അവിടെ 1-2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ റൂമിൽ തനിച്ചാക്കി മാതാപിതാക്കൾ പുറത്തു പോകാൻ പാടില്ല. ഇവരെ പറ്റിയാണെങ്കിൽ കുഞ്ഞുങ്ങളെ മറ്റേതെങ്കിലും ഈ കുട്ടികളെ നോക്കുന്ന സെൻറ്ററിൽ ആക്കി പോകാം, കുഴപ്പമില്ല, ഇവർക്ക് പണി ചെയ്യാം. എന്നാൽ ഈ കുട്ടികളെ നോക്കുന്ന കെയർ സെൻറ്ററിലേക്ക് ക്രഷിൽ ഭീമമായ തുക വാങ്ങേണ്ടി വരും. അവർ ചാർജ് ചെയ്യും. ഒരു പക്ഷേ
ഇവർ രണ്ടുപേരും ജോലി ചെയ്താൽ ഒരാൾ ജോലി ചെയ്യുന്ന ശമ്പളം കൊണ്ട് പോലും ചിലപ്പോൾ ഈ ഫീസ് കൊടുക്കാൻ വയ്യാത്ത സാഹചര്യമായിരിക്കും. സോ അവസാനം ലാസ്റ്റ് സംഭവിക്കുന്നത് ഒരാൾ കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഈ കുഞ്ഞുങ്ങളെ നോക്കാനെങ്കിൽ വൈഫ് അവിടെ പണി ചെയ്യും, അവർക്ക് ജോലി കളയാൻ പറ്റില്ല. അവരുടെ ഒരു വരുമാനം കൊണ്ടാണ് ഇതെല്ലാം കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സാറ്റർഡേയോ സൺഡേയോ ഈ വൈഫിന് ലീവ് ഉണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തേക്കുള്ളൊരു പണിക്ക് അല്ലെങ്കിൽ 2 ദിവസത്തെ പണിക്കായിരിക്കും ഹസ്ബൻഡ് പോകാൻ പറ്റുക. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? നാട്ടിൽ മാന്യമായ രീതിയിൽ തെറ്റില്ലാത്ത ശമ്പളം എടുത്ത് നാട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കാൻ വീട്ടിൽ ആരെങ്കിലും ബന്ധുജനങ്ങൾ കാണും, അവർ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ നാട്ടിലുള്ളൊരു കെയർ ഹോമിൽ പോയി എന്തെങ്കിലും അവർക്ക് കുട്ടികളെ നോക്കാൻ അവർ കൊടുക്കുന്ന ഫീസ് ഇതിൻ്റെ 4-1 വരിയില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നിൽ പോയി പെട്ടിട്ടാണ് ഈ ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങുന്നത്. പല മലയാളീസിന് ഈ അബദ്ധങ്ങൾ പറ്റാറുണ്ട്, ഒത്തിരി അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അവസാനം പോയ കടം തീർക്കാതെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റിക്കാരനെ പോലെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇല്ലെങ്കിൽ ഇവർ തനിച്ചായപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യും, വലിയ പുകിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ലണ്ടനിലെ ഈ ബുദ്ധിമുട്ടുകൾ ആരും പരസ്പരം പങ്കുവയ്ക്കാറില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ കേരള ജനതയോട് പറയുകയാണ്, ഈ അനാവശ്യമായിട്ടുള്ളൊരു യാത്രകൾ ഏജൻ്റ് കെണിയിൽപ്പെടാതെ നിങ്ങൾ കഴിയുന്നതും ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ലണ്ടനിൽ പോയി നിങ്ങൾ 1 ലക്ഷം രൂപ ശമ്പളം എടുക്കുന്നതും ഈ നാട്ടിൽ 15,000 രൂപ ശമ്പളം എടുക്കുന്നതെല്ലാം ഈക്വലാണ്. കാരണം അവിടുത്തെ ടാക്സും കാര്യങ്ങളെല്ലാം രണ്ടും ഇതൊക്കെ ജീവിത എക്സ്പെൻസ്, ലൈഫ് എക്സ്പെൻസൊക്കെ കിഴിച്ച് കിട്ടുന്നത് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ പോയി കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് മണ്ടത്തരം കാണിക്കാതിരിക്കുക. ഇനി ഇങ്ങനെ പോണവർ അവിടെ കാട്ടിക്കൂട്ടുന്ന വളരെ മോശമായ പ്രവണതകൾ കാരണം അവരെ ആ രാജ്യത്ത് നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞു പല പ്രക്ഷോഭങ്ങളും ഉണ്ടാകുകയാണ്. നിങ്ങൾക്കറിയാം, പത്രത്തിലൊക്കെ വായിക്കാം, ലണ്ടനിൽ രൂക്ഷമായിരിക്കുകയാണ്. ലണ്ടനിൽ ഇപ്പോൾ പുറത്തുള്ള എത്രയും വേഗം അവരെ പുറത്താക്കണം. അത് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ സപ്പോർട്ടീവായിട്ട് മാറുന്ന പ്രത്യേകിച്ച് ഒരു പ്രത്യേക വിഭാഗം, ഒരു കമ്മ്യൂണിറ്റി, മുസ്ലിം വിഭാഗം, ഇവർ ഒരു ഗ്രൂപ്പായി ചേർന്ന് അവരവിടെ പാലസ്തീൻകാർക്ക് കൊണ്ട് സമരം ചെയ്യുകയാണ്. ഇങ്ങനെ ഇല്ലാത്ത എല്ലാ കുണ്ടാമണ്ടിത്തരം കാണിച്ചാൽ ഇന്ത്യക്കാരൻ കാണിക്കുമ്പോൾ ഇന്ത്യൻസിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവർക്കും അതൊരു എഫക്റ്റായി വരികയാണ്. ഇത് ലണ്ടൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരിതില്ല. മുൻകാലങ്ങളിൽ ലണ്ടനിൽ പോകുന്നവർക്ക് വേണ്ട സൗകര്യങ്ങളും 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ എക്കണോമിക് കണ്ടീഷൻ അതിനെ അനുവദിക്കുന്നില്ല, അത് അനുവദനീയവുമല്ല. ഇപ്പോൾ അവിടെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് എഗൻസ്റ്റായിട്ട് അവിടെ വലിയൊരു പ്രതിഷേധം രൂപപ്പെട്ടു വരികയാണ്. എല്ലാ നാഷണാലിറ്റീസ് ലണ്ടനിലുള്ളവർ ഇതിന് എഗൻസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഈ ഒരു സപ്പോർട്ടും ഇല്ലീഗൽ ഇമിഗ്രൻസിന് വേണ്ടി ചെയ്യാറില്ല. അത് അവരുടെ റൈറ്റ്സാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അയൽവക്കത്ത് നമ്മളൊരാളെ ഇവിടെ കുടിയേറ്റുന്നത് നമ്മൾ ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളും വയ്ക്കുന്നില്ല, അവർക്കും ബാധകമാണ്. സോ ദയവ് ചെയ്ത് ഈ ലണ്ടൻ സ്വപ്നങ്ങൾ, ലണ്ടനിൽ മാത്രമല്ല അമേരിക്ക എല്ലായിടത്തും മൊത്തം ആഗോളതലത്തിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കാൻ വേണ്ടി ആ രാജ്യത്തിലുള്ളവർ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ കിടപ്പാടും ഒക്കെ പണയം വെച്ച് അവിടെ എന്ത് നാളെ സ്വർഗം കണ്ടെത്താം, സ്വർഗം കെട്ടിപ്പടുത്താം എന്നുള്ളൊരു ധാരണയിൽ പോണവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാവിക്ക് അത് തകരാറുണ്ടാകും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കിടപ്പാടങ്ങൾ വരെ പണയം വെച്ച് ഇവിടങ്ങളിലൊക്കെ കടന്നെത്തുന്നത് വെറും ഒരു നല്ല കാര്യങ്ങളല്ല. നിങ്ങൾ അവസാനം ഒന്നുമില്ലാതെ നാട്ടിൽ തിരിച്ച് ഇനി എത്ര കണ്ട് ഫാസ്റ്റായിട്ട് അങ്ങോട്ടേക്ക് ആൾക്കാർ ഒഴിപ്പോൾ അതിൽ 10 മടങ്ങ് ആൾക്കാർ ഇനി അവിടെ നിന്ന് തിരിച്ചു വരുന്നൊരു സ്റ്റേജ് ഉണ്ടാകും. ഇവിടെ വന്ന് ലെഫ്റ്റ് റൈറ്റ് അടിച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി ഇവിടെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞു. അതിന് തുടരുക തന്നെ ചെയ്യുന്നു. ഇതിന് പ്രിവെൻറ്റേഷൻ ചെയ്യേണ്ടത് വലിയൊരു കാര്യമാണ്. അപ്പോൾ സാധിച്ചാൽ ഹസ്ബൻഡും വൈഫും ഒക്കെ ഒന്ന് താമസിക്കാൻ സാധിച്ചാൽ വൈഫിനോ ഹസ്ബൻഡിനോ നല്ല പണിയുണ്ടെങ്കിൽ അവരവിടെ നിൽക്കുക, മറ്റുള്ളവരെ കുടുംബാംഗങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയക്കുക, നാട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക.
അവർ കിട്ടുന്ന ശമ്പളം കൊണ്ട്, അവരുടെ എക്സ്പെൻസ്, ഒരാളുടെ ശമ്പളം കൊണ്ട് അവിടുത്തെ എക്സ്പെൻസ് വെച്ചാൽ ബാക്കി പൈസ നാട്ടിലയച്ചാൽ അത് സേവ് ചെയ്യാൻ, നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യാറുള്ളൂ. ദയവ് ചെയ്ത് അബദ്ധത്തിൽ പെടാതിരിക്കുക. ഈ ഏജൻറ്റന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തെ തകർന്ന് തരിപ്പണമാക്കാതിരിക്കുക. പലരും നല്ല ഉള്ള സത്യങ്ങൾ തുറന്നു പറയില്ല, കബളിപ്പിക്കപ്പെടാണ്. അതുമല്ല, കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്തവർ, നിർധനർ, ഇവരെയാണ് ഈ ഏജൻറ്റുമാർ തേടി പിടിച്ച് പുറം നാട്ടിലേക്ക് അയക്കുന്നത്. അവരവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടും. പിന്നെ അവർക്ക് വരാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഇതിൽ പലരും ജയിലിലും ആയിട്ടുണ്ട്. ഇതെല്ലാം തുറന്ന സത്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്നേഹമുള്ള നാട്ടുകാരോട് പറയാണ്, നിങ്ങൾ ഒരു രീതിയിലും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യത്ത്, ഞാൻ ഒന്ന് പറയാം, ഇപ്പോൾ ഒരു രാജ്യവും സുരക്ഷിതമല്ല. നമ്മൾ അവിടെ ചെന്ന് ജോലി ജീവിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ മുൻകാലങ്ങളിൽ ജീവിച്ചവർ കാട്ടിക്കൂട്ടിയ പോരായ്മകൾ, പേക്കൂത്തുകൾ കാരണം അവർ പുറം രാജ്യത്തിലുള്ളവരെ അവർ സ്വീകരിക്കാറില്ല. രണ്ടാമത്, ഇവിടെ നിന്ന് പോണത് ടൂറിസ്റ്റ് വിസയുടെ പേരിലാണ് പോണത്. അത് വലിയ തെറ്റാണ്. അതുപോലെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഈ വിദ്യാർത്ഥികളും ടൂറിസ്റ്റ് വിസയിലും പോണവർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയാം. സാധിച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും പുറം രാജ്യത്തിൽ പോകേണ്ടവർ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കാണാം. താങ്ക് യു.